വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ഫിസിക്സിലെ സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ വേവ് മോഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആദ്യം പഠിച്ചത്, അല്ലേ? എന്താണ് വേവ് മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേവ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയുടെ ട്രാൻസ്ഫർ ആണ് ഇവിടെ നടക്കുന്നത്, അല്ലേ? എന്താ നടക്കുന്നത്? എനർജിയുടെ ട്രാൻസ്ഫർ ആണ്, അല്ലേ? എങ്ങനെയാണ് നടക്കുന്നത്? പാർട്ടിക്കിളുകളുടെ ഓസിലേഷനിലൂടെ എനർജി എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക്, അല്ലേ? നമ്മൾ പറഞ്ഞു, നമ്മുടെ വെള്ളത്തിൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു, അല്ലേ? വെള്ളത്തിലേക്ക് നമ്മളൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൊടുക്കുന്നത് എനർജിയാണ്. ആ എനർജി എന്ത് ചെയ്യും? ഈ പറയുന്ന ദിശയിലോട്ട് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ എല്ലാ ഡയറക്ഷനിലോട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യും. എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും? ഇവിടെയുള്ള പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷനിലൂടെ എന്ത് ചെയ്യും? പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനാണ് നമ്മൾ വേവ് മോഷൻ എന്ന് പറഞ്ഞത്, അല്ലേ? ഒരുപാട് തരം വേവുകൾ നമുക്ക് ചുറ്റുമുണ്ട്. റേഡിയോ വേവ് ഉണ്ട്, സീസ്മിക് വേവ് ഉണ്ട്, ലൈറ്റ് വേവ് ഉണ്ട്, സൗണ്ട് വേവ് ഉണ്ട്, അതുപോലെ റിപ്പിൾസും ഉണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? അവർക്കൊരു മീഡിയം വേണോ വേണ്ടേ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വേവ്സിനെ എന്ത് ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മീഡിയം വേണമെന്നുള്ള വേവ്സിനെ നമ്മൾ മെക്കാനിക്കൽ വേവ് എന്ന് വിളിക്കും. മീഡിയം വേണ്ടാത്തതിന് നമ്മൾ എന്ത് വിളിക്കും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് വിളിക്കും. അതല്ല, മെക്കാനിക്കൽ വേവിന് മുമ്പ് നമ്മൾ ആദ്യം പഠിച്ചത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അവരുടെ പ്രത്യേകത എന്താണ്? നമ്മൾ പറഞ്ഞല്ലേ, ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വൈബ്രേഷനിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന ഈ പറയുന്ന മൈക്രോവേവ്, എക്സ്റേ, റേഡിയോ വേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമാറേ, ഇതെല്ലാം എന്തിൻ്റെ എക്സാമ്പിളാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ എക്സാമ്പിളാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ കുറേ വേവുകളുടെ പേര് തന്നിട്ട് അതിൽ മെക്കാനിക്കൽ വേവ് ഏതാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഏതാണ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം. എന്ത് വേണ്ട? ദേ ഡു നോട്ട് റിക്വയർ എ മീഡിയം. അവർക്കൊരു മീഡിയത്തിൻ്റെ ആവശ്യം ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക. എന്നാൽ അടുത്ത് വരുന്നതാണ് മെക്കാനിക്കൽ വേവ്, അല്ലേ? അവരുടെ പ്രത്യേകത എന്താണ്? മെക്കാനിക്കൽ വേവുകൾക്ക് ഒരു മീഡിയത്തിൻ്റെ ആവശ്യം ഉണ്ട്, അല്ലെ? ദേ റിക്വയർ എ മീഡിയം ഫോർ ഇറ്റ്സ് ട്രാൻസ്മിഷൻ. രണ്ടായി തിരിക്കാൻ പറ്റും, ലോഞ്ചിറ്റ്യൂണൽ വേവ് എന്നും ട്രാൻസ്വേഴ്സ് വേവ് എന്നും, അല്ലേ? എങ്ങോട്ടാണോ എനർജി അല്ലെങ്കിൽ എങ്ങോട്ടാണോ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതേ ദിശയിലാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം വേവുകളെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് വിളിക്കുന്നത്. അവ കംപ്രഷനും റെയർ ഫ്രാക്ഷനും, അല്ലേ? കംപ്രഷനും റെയർ ഫ്രാക്ഷനും എന്ന രീതിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. ഏറ്റവും നല്ല ഉദാഹരണമാണ് സൗണ്ട് വേവ്. സൗണ്ട് നമ്മൾ തട്ടുമ്പോൾ എന്താ പറ്റുന്നത്? പാർട്ടിക്കിളായിട്ടുള്ള നമ്മൾ എന്താണോ സൗണ്ട് ഉണ്ടാക്കുന്ന ആ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നു, അതിന് ചുറ്റുമുള്ള എയർ വൈബ്രേറ്റ് ചെയ്യുന്നു, അങ്ങനെ എല്ലാ ദിശയിലോട്ടും സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അതിൽ ഈ പറയുന്ന നമ്മൾ പറഞ്ഞല്ലോ, ഹൈ പ്രഷർ റീജിയൻ അല്ലെങ്കിൽ അതിനെ കംപ്രഷൻ എന്നും, ലോ പ്രഷർ റീജിയൻ നമ്മൾ റെയർ ഫ്രാക്ഷൻ എന്നും എന്ത് ചെയ്തു? വിളിച്ചു. അടുത്ത് പഠിച്ച ട്രാൻസ്വേഴ്സ് വേവ് ആണ് ഏറ്റവും എളുപ്പമുള്ള വേവ്, അല്ലേ? പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് 90 ഡിഗ്രി, അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യണം, അല്ലേ? എങ്ങനെ വൈബ്രേറ്റ് ചെയ്യാണ്? പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം വേവ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുന്നത്, അല്ലെ? ഇവർക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 90 ഡിഗ്രി ആയിരിക്കും. എങ്കിൽ നമ്മൾ അവർ എന്ത് വിളിക്കും? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കും. ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിന് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിച്ചപ്പോൾ താഴ്ന്ന ഭാഗത്തിൽ നമ്മൾ എന്ത് വിളിച്ചു? ട്രഫ് എന്ന് വിളിച്ചു. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ലോഞ്ചിറ്റ്യൂണൽ വേവുകളുടെയും ട്രാൻസ്വേഴ്സ് വേവുകളുടെയും ഡിഫറൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല രീതിയിൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അത്രയും പറഞ്ഞ് നമ്മൾ നിർത്തി. നമ്മൾ പറഞ്ഞു ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേവുകളുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കാണുന്ന PDF നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനൽ ലിങ്ക്, അതുപോലെ തന്നെ വാട്സാപ്പ് ചാനൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഫ്രീ ആയിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ്, അല്ലേ? ഏത് വേവ് ആയിക്കോട്ടെ, ലോഞ്ചിറ്റ്യൂണൽ ആയിക്കോട്ടെ, ട്രാൻസ്വേഴ്സ് ആയിക്കോട്ടെ, ഇവർക്ക് എന്തുണ്ട്? അവർക്ക് അവരുടേതായ ഒരു പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലെ? അവരുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്, രണ്ടാമത് വരുന്ന ഫ്രീക്വൻസി, മൂന്നാമത് വരുന്ന പീരീഡ്, വേവ് ലെങ്ത്, സ്പീഡ്. ഇതിൽ ആദ്യത്തെ രണ്ട് സാധനം അല്ലെങ്കിൽ ആദ്യത്തെ 3 കാര്യവും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. നോക്കാം, ടെക്സ്റ്റ് ബുക്കിലോട്ട് തന്നെ നമുക്ക് പോവാം. ഫസ്റ്റ് വരുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ് ഏത്? ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ്? നമ്മൾ പറഞ്ഞല്ലേ, ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും എത്രത്തോളം ദൂരേക്ക്, അല്ലേ, മാക്സിമം എത്രത്തോളം ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുന്നു, ആ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മനസ്സിലാക്കാൻ ഇവിടെ ചെറിയൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഒരു ഗ്രാഫ്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താ കാണിക്കുന്നത്? ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ നിന്നും ആംപ്ലിറ്റ്യൂഡ് എത്രയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് Y ആക്സിസിലാണ്, അല്ലേ? അപ്പോൾ മുകളിലോട്ട് പോകുന്നതോറും ഡിസ്പ്ലേസ്മെൻറ്റ് കൂടും, താഴോട്ട് പോകുന്നതോറും ഡിസ്പ്ലേസ്മെൻറ്റ്
കൂടും അല്ലേ. മുകളിലോട്ട് താഴോട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കി മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത് എവിടെയൊക്കെയാണ്? അത് എ എന്ന് പറയുന്ന പോയിന്റിലും ഇ എന്ന് പറയുന്ന പോയിന്റിലും സി എന്ന് പറയുന്ന പോയിന്റിലും അല്ലേ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഒന്ന് നോക്കിയേ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്ന് മനസ്സിലാക്കാം. ഈ പറയുന്ന ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് നിങ്ങൾ ഒന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഈ ഗ്രാഫ് നമ്മൾ എടുത്തു, പ്ലോട്ട് ചെയ്തു. ഇവിടെ ടൈമാണ്, ഇവിടെ എന്തുവാണ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇങ്ങോട്ട് പോകുന്നതോടെ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടും അല്ലേ. അപ്പോൾ ഒരു ഗ്രാഫ് ഞാൻ ഇങ്ങനെ വരച്ചു എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഈ പറയുന്ന പോയിന്റിലാണ് എനിക്ക് എന്തുണ്ടായിട്ടുള്ളത്? മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു വേവിൻ്റെ ഗ്രാഫ് തന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ആംപ്ലിറ്റ്യൂഡ് കണ്ടെത്താൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് നമുക്ക് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ സാധിക്കുന്നത്? എയിൽ കാണാൻ സാധിക്കുന്നുണ്ട്, സിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ഇയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്തതിലോട്ട് പോവാം. പീരീഡിനെ ഞാൻ പറഞ്ഞുവല്ലേ, ടൈം പീരീഡ് എന്ന് പഠിച്ചു വെക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ എന്താ ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ അല്ലേ, ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ എടുക്കുന്ന സമയം എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പീരീഡ് ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ പീരീഡ് ഓഫ് ദ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. സമയമാണല്ലേ ഒരു ഓസിലേഷൻ. നമ്മൾ പറഞ്ഞു ഒരു ഓസിലേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേരുമ്പോൾ ഒരു ഓസിലേഷൻ ആവും അല്ലേ. ഒരു കംപ്രഷനും ഒരു റെയർ ഫ്രാക്ഷനും ചേരുമ്പോൾ ഒരു ഓസിലേഷൻ ആവും. അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നത് നോക്കി. ഇവിടെ ഈ പറയുന്ന ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന്. ദേ പോയി ഒരു ക്രസ്റ്റ് കംപ്ലീറ്റ് ആയി, ഒരു ട്രഫ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിനടുത്ത സമയമാണ് ഇവിടെ വ്യക്തമായിട്ട് ഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്, ടി എന്ന് പറയും. അപ്പോൾ ഇവിടെ ടി എത്രയാണ് നമുക്ക് കണ്ടാൽ അറിയാം. ഇത് 0.5 ആണെങ്കിൽ ഇത് എത്രയാണ്? 1 സെക്കൻഡാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഓസിലേഷൻ എന്ന് പറയുന്നത് എത്രയാണത്? 1 സെക്കൻഡ് ആണ്. അടുത്ത് വരുന്നു ഫ്രീക്വൻസി. എന്താ ഫ്രീക്വൻസി? അതും നമ്മൾ പഠിച്ചതാണല്ലേ. ഒരു സെക്കൻഡ് സമയം കൊണ്ട് അല്ലെ, ഒരു സെക്കൻഡ് സമയം കൊണ്ട് എത്ര സൈക്കിളുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് സൈക്കിൾസ് ഉണ്ടാകുന്നു, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഫ്രീക്വൻസി? ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് ദാറ്റ് പാസസ് ത്രൂ എ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഇത്രയും കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മളിങ്ങനെ നോക്കുകയാണ്, ഇതാ പറയുന്നത് ഇങ്ങനെ ഒരു ക്രസ്റ്റും ട്രഫും ചേരുമ്പോൾ ഒരു സൈക്കിൾ. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ടൈമർ ഓൺ ചെയ്ത് വെച്ചേക്കുകയാണ് അല്ലേ. ഒരു സെക്കൻഡ് സമയം കൊണ്ട് 1, 2, 3 ഇത്രയും ഉണ്ടായെങ്കിൽ ഇവിടുത്തെ ഫ്രീക്വൻസി എത്ര? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 3 ഹെർട്സ് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഫ്രീക്വൻസി എത്രയാണ്? 3 ഹെർട്സ്. കാരണം ഇവിടെ എന്താണ്? ഒരു കംപ്ലീറ്റ് സൈക്കിൾ, 2, 3 സൈക്കിളുകൾ കംപ്ലീറ്റ്. ഇതുപോലെ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിളുകളാകുമോ അതാണ് എന്തെന്ന് പറയുന്നത്? അവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നോക്കടാ, ടൈം പീരീഡ് അല്ലേ, ഇതൊരു 1 സെക്കൻഡ് സമയമാണ് അല്ലേ. അപ്പോൾ ഈ 1 സെക്കൻഡ് സമയം കൊണ്ട് ഇത് എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത്? 1 സൈക്കിൾ. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പറയും? നമ്മൾ പറയും 1 ഹെർട്സ് ആണ് ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ. ഇവിടെ ചോദിച്ചിട്ടുള്ളതും അത് തന്നെ ആണ്. ഇനി ലാസ്റ്റ് വരുന്നു വേവ് ലെങ്ത്. അതും വളരെ സിമ്പിളാണ്. വേവ് ലെങ്ത്തിന് ഒരു 3-4 ഡെഫിനിഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഒരു വേവ് ലെങ്ത് എന്ന് വെച്ചാൽ ഒരു വേവിൻ്റെ ലെങ്ത്. അങ്ങനെ പഠിച്ചു വയ്ക്കുക. ഒരു വേവിൻ്റെ ലെങ്ത് എന്താ? ഒരു വേവ് എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രാൻസ്വേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേരുമ്പോൾ അല്ലേ ഒരു വേവ്. അപ്പോൾ ഈ ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേരുമ്പോൾ എത്ര ദൂരം പോയി? ഒരു ക്രസ്റ്റും ഇവിടുന്ന് തുടങ്ങുന്നു, ഒരു ട്രഫ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇവിടെ എത്ര ദൂരമാണ് സഞ്ചരിച്ചത്? ഈ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേവ് ലെങ്ത്. അല്ലെങ്കിൽ എൻ്റെ സിമ്പിളാണ് ലാംഡ. എന്തുവാണ്? ഇങ്ങനെ എഴുതുന്ന സിമ്പിളിൻ്റെ പേരാണ് ലാംഡ. വേവ് ലെങ്ത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലാംഡ എന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നോക്കാം എന്താ വേവ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടത് കുറേ എണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ വേവ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേവിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ പല രീതിയിൽ പറയാം. ഒന്ന്, ഒരേ ഫേസിലുള്ള 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾ തമ്മിലുള്ള ദൂരം. അതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കിയോ, ഈ പോയിന്റും ഒരേ ഫേസിലല്ലേ. കാരണം അത് രണ്ടും 0.2 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റിലാണ് എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരേ സമയത്തായിരിക്കും താഴോട്ട് പോകുന്നത്. ഇനി ഈ പറയുന്ന പോയിന്റും ഒരേ ഫേസിലല്ലേ? ആണ്. ഈ പറയുന്ന പോയിന്റ് ഒരേ ഫേസിലല്ലേ. അപ്പോൾ ഒരേ ഫേസിലുള്ള 2 പോയിന്റുകൾക്കിടയിലുള്ള ദൂരമെന്ന് പറഞ്ഞാലും അതും എന്ത് തന്നെയാണ്? അതും വേവ് ലെങ്ത് തന്നെ ആണ്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കണ്ടോ, വേവ് ലെങ്ത് 3 രീതിക്ക് കാണിച്ചിട്ടുണ്ട്. ഒരേ ഫേസിലുള്ളതാ ഈ 2 പോയിന്റ്, ഒരേ ഫേസിലുള്ളതാ ഈ 2 പോയിന്റ്. കണ്ടോ, ഇടയിലുള്ള പോയിന്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരേ ഫേസിലുള്ള ഈ 2 പോയിന്റ് ഇതൊക്കെ എന്താണ്? വേവ് ലെങ്ത് ആണ്. സോ കൺഫ്യൂഷൻ ആക്കണ്ട. നമുക്ക് എപ്പോഴും എന്ത് ചെയ്താൽ മതി? നമുക്ക് മാക്സിമം കണ്ടെത്താൻ പറ്റുന്ന ഗ്രാഫിൽ നിന്ന് തരുന്ന ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്
കംപ്ലീറ്റ് ചെയ്യുന്നത് ഇത്രയും പോയിന്റിന് ദൂരം എടുത്താൽ മതി. അല്ല ഇനി ഒരു വേവും കൂടി ഉണ്ടെങ്കിൽ 2 ക്രസ്റ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ അടുത്തുള്ള 2 ട്രഫുകൾ തമ്മിലുള്ള ദൂരമായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോക്കിയേ, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഡ്യൂറിങ് ദ ടൈം ടേക്കൺ ബൈ ദ ഈച്ച് പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ടു കംപ്ലീറ്റ് 1 വൈബ്രേഷൻ. അതായത് ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് ഒരു പാർട്ടിക്കിൾ എത്ര ദൂരം സഞ്ചരിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന വേവ് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് വേണമെങ്കിലും പറയാം. ഇനി ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഇവിടെ ഞാൻ 2 എണ്ണം കൊടുത്തേക്കുന്നത് അല്ലേ. 2 കോൺസിക്യൂട്ടീവായ ക്രസ്റ്റുകൾ തമ്മിലോ 2 കോൺസിക്യൂട്ടീവായ ട്രഫുകൾ തമ്മിലുള്ള ദൂരത്തിനെ നമുക്ക് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വേവ് ലെങ്ത് ആയിട്ട് എടുക്കാം. ഇനി ലോഞ്ചിറ്റ്യൂഡിലാണ് ചോദിക്കുന്നതെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് എന്ന് വെച്ചാൽ അറിയാലോ, അടുത്തടുത്തുള്ള കംപ്രഷനുകളോ അല്ലെങ്കിൽ 2 അടുത്തടുത്തുള്ള റെയർഫ്രാക്ഷനോ തമ്മിലുള്ള ദൂരത്തിനെയും നമുക്ക് വേവ് ലെങ്ത് ആയിട്ട് എടുക്കാവുന്നതാണ്. വേവ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. ലെങ്ത് അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മീറ്ററാണ്. കണ്ടോ, ഇവിടെ നോക്കിയേ, ഇത് ലോഞ്ചിറ്റ്യൂഡിൻ്റെ കേസാണ് കാണിച്ചേക്കുന്നത്. കണ്ടോ, 2 അടുത്തടുത്തുള്ള അല്ലാതെ ഇവനും കൂടി ഉള്ളടുത്തുള്ള തെറ്റിപ്പോകും. അടുത്തടുത്തുള്ള കംപ്രഷനുകൾ തമ്മിലുള്ള ദൂരം എന്തുവാണ്? അടുത്തടുത്തുള്ള 2 കംപ്രഷൻ തമ്മിലോ അല്ലെങ്കിൽ കണ്ടോ അടുത്തടുത്തുള്ള 2 റെയർഫ്രാക്ഷൻ തമ്മിലുള്ള ദൂരത്തിനെയോ നമുക്ക് എന്ത് വിളിക്കാടാ? വേവ് ലെങ്ത് എന്ന് വിളിക്കാവുന്നത് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഗ്രീക്ക് ലെറ്റർ ലാംഡ ഉപയോഗിച്ചിട്ടാണ് നമുക്കിവിടെ എന്ത് ചെയ്തേക്കുന്നത്? വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം അല്ലേ. ഇവിടെ കിടക്കുന്നു 1, ഇവിടെ കിടക്കുന്നു 2, ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 2 മീറ്റർ ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടുത്തെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്റർ ആണ്. ഈ പറയുന്ന ഒരേ ഫേസിലുള്ള എയും ഈ പറയുന്ന ഇയും തമ്മിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ബിയും ഈ പറയുന്ന എഫും തമ്മിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ആറും ഞാൻ ഇവിടെ പറഞ്ഞ അക്ഷരം മാറിപ്പോയി, ഈ പറയുന്ന പിയും ക്യൂവും തമ്മിലോ ആറും എസും തമ്മിലോ ഒക്കെ എടുത്താലും നമുക്ക് എത്ര തന്നെ കിട്ടും? 2 മീറ്റർ എന്ന് തന്നെ കിട്ടും. അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് CR ഇവിടെ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ഒരു ചോദ്യമുണ്ട് അവസാനമായിട്ട്. കണ്ടോ, CR ഇവിടെ സി എവിടെ കിടക്കണം? സി അല്ലേ, സി ആർ എവിടെ കിടക്കുന്നു? ആറ് PQR. ഓക്കെ, CR ക്വസ്റ്റ്യനിൽ എന്തോ മിസ്റ്റേക്ക് ആണെന്നോ നോക്കട്ടെ. ഇവിടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു. നടക്കും ഹിയർ CR ഇൻ ദ ഫിഗർ 13.13B. ഇവിടെ കിടക്കും. ഓക്കെ ഇവിടുത്തെ ചോദ്യമാണ് മാറിപ്പോയി. ഓക്കെ, ഇവിടുത്തെ ചോദ്യം എന്താണ്? ഇൻ ദ ഫിഗർ 1.13 ഇതാ ഇവിടെ വിച്ച് റെപ്രസെൻറ്റ് ദ വേവ് ലെങ്ത്. ഇതിൽ വേവ് ലെങ്ത് കാണിക്കുന്ന ഏതാണ്? ഈ C to C ആണ് എന്തെന്ന് പറയുന്നത്? വേവ് ലെങ്ത് കാണിക്കുന്നത് അല്ലേ. ഈ പറയുന്ന ദൂരം തൊട്ട് ഈ പറയുന്ന ദൂരം വരെയാണ്. CR ആണോ RR ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? RR എന്ന ദൂരമാണ് നമുക്ക് വേവ് ലെങ്ത് കാണിച്ചേക്കുന്നത്. ബാക്കി ഇതിൻ്റെ ഉത്തരം ഞാൻ മോളിൽ പറഞ്ഞതിനകത്തുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ CR എന്തിനെ കാണിക്കുന്നു? CR എന്ന് പറയുമ്പോൾ മൊത്തമുള്ള വേവ് ലെങ്ത്തിൻ്റെ പകുതി. അപ്പോൾ λ/2 ആണ് എന്ത് കാണിക്കുന്നത്? CR. C എന്ന് വെച്ചാൽ കംപ്രഷൻ, R എന്ന് വെച്ചാൽ റെയർഫ്രാക്ഷൻ. ഓക്കെ ആണല്ലോ. ഇത്രയും കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത് വരുന്നത് സ്പീഡ് ഓഫ് ദ വേവ് ആണ്. ഒരു വേവിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന സ്പീഡ് എന്താണ്? വാട്ട് ഈസ് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് എന്ത്? സ്പീഡ് എന്ന് പറയുന്നത്. വേവിൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. 1 സെക്കൻഡ് സമയം കൊണ്ട് ഒരു വേവ് എത്ര ദൂരം സഞ്ചരിച്ചു? 1 സെക്കൻഡ് സമയം കൊണ്ട് ഒരു വേവ് എത്ര ദൂരം സഞ്ചരിച്ചു? അതിനെയാണ് സ്പീഡ് ഓഫ് ദ വേവ് അല്ലെങ്കിൽ V എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് V കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിട്ട് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന നമ്മുടെ ബേസിക് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. നമുക്കിവിടെ എന്ത് കിട്ടും? സ്പീഡ് കിട്ടും. സ്പീഡിൻ്റെ യൂണിറ്റ് അപ്പോൾ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സോ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് ദ വേവ് നമുക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്പീഡ് ഓഫ് ദ വേവ്. ഓക്കെ ആണല്ലോ. സ്പീഡ് ഓഫ് ദ വേവ് എന്ന് വെച്ചാൽ എന്താണ്? 1 സെക്കൻഡ് സമയം കൊണ്ട് ഈ പറയുന്ന വേവ് സഞ്ചരിച്ച ദൂരത്തിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചോദ്യം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ ചോദ്യത്തിൽ പറയുന്നത്? ഇഫ് എ വേവ് ട്രാവൽ 700 മീറ്റർ അല്ലേ. അപ്പോൾ നമുക്കൊരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? വേവ് സഞ്ചരിച്ചത് 700 മീറ്റർ ആണ്. അതിനടുത്ത് സമയം T എന്ന് പറയുന്നത് എത്രയാണ്? 2 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അല്ലേ. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്ര? 700 ബൈ ടൈം എത്ര? 2. 700ൻ്റെ പകുതി 350 മീറ്റർ പെർ സെക്കൻഡ്. ഇതാ കിടക്കുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും ഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ ആണോ? എങ്കിൽ നമ്മൾ കടത്തിന് കുറച്ച്
ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് പറയാണ്, ശ്രദ്ധിച്ചിരുന്നോളാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്തുവാണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു സെക്കൻഡ് സമയം കൊണ്ട് എത്ര സൈക്കിളുകളാണ് കംപ്ലീറ്റ് ചെയ്തത് എന്നതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന അടുത്തടുത്തിരിക്കുന്ന കോൺസിക്യൂട്ടീവായിട്ട് സെയിം ഫേസിലിരിക്കുന്ന പോയിന്റുകൾ തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അത് ട്രാൻസ്വേഴ്സിലാണെങ്കിൽ ക്രസ്റ്റും തമ്മിലോ ട്രഫും തമ്മിലോ ആയിരിക്കാം. ലോഞ്ചിറ്റ്യൂഡിലാണെങ്കിൽ കംപ്രഷനും തമ്മിലോ റേസ് ഫ്രാക്ഷനും തമ്മിലുള്ള ദൂരമോ ആയിരിക്കാം. സ്പീഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഡിസ്റ്റൻസ് ബൈ ടൈം തന്നെയാണ്. സ്പീഡ് വേവ് ഒരു സെക്കൻഡ് സമയം കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നും നമുക്ക് എന്തിനു ഡിഫൈൻ ചെയ്യാം? വേവിൻ്റെ സ്പീഡിന് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസിയും വേവ് ലെങ്ത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഫ്രീക്വൻസിയും വേവ് ലെങ്ത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? നിങ്ങൾ അതിനൊന്ന് ആലോചിച്ച് നോക്കണം. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സെക്കൻഡ് സമയം കൊണ്ട് എത്ര വേവ് ഉണ്ടായി. വേവ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു വേവിൻ്റെ ദൂരം. ഒന്ന് ലോജിക്കലി ആലോചിച്ച് ഇവിടുത്തെ ഈ രണ്ട് ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് ഫിഗർ ഇത്, സെക്കൻഡ് ഫിഗർ ഇത്. ഇതിൽ ആർക്കാണ് ഫ്രീക്വൻസി കൂടുതൽ? അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിളുകൾ ഉണ്ടായി. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, രണ്ടാമത്തവനാണ് മാക്സിമം നമ്പർ ഓഫ് സൈക്കിൾസ് അറ്റ് എ ഗിവൺ ടൈം തന്നേക്കുന്നത്, അല്ലേ? ഇപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഒരേപോലെയാണ് പോകുന്നതെങ്കിൽ, അല്ലേ, രണ്ടുപേരും ഒരേ ഡിസ്റ്റൻസിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതൽ സൈക്കിളുകൾ ഉണ്ടാക്കിയത് ആരാണ്? രണ്ടാമത്തെ ആളാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾക്കാണ് എന്ത് കൂടുതൽ? ഫ്രീക്വൻസി കൂടുതൽ. ഓക്കെ ആണോ? ഇനി രണ്ട് വേവ് നോക്കിയിട്ട് ആർക്കാ വേവ് ലെങ്ത് കൂടുതൽ? വേവ് ലെങ്ത് എന്ന് വെച്ചാൽ ഒരേ ഫേസിലുള്ള രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരമാണ്. ഈ ഒരേ ഫേസുകൾ തമ്മിലുള്ള രണ്ട് പോയിന്റുകളുടെ ദൂരം നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഒന്നാമത്തെ ആൾക്കാണ് എന്ത്? വേവ് ലെങ്ത് കൂടുതൽ. അപ്പോൾ വേവ് ലെങ്ത് കൂടിയ ആൾക്ക് ഫ്രീക്വൻസി കുറവ്, ഫ്രീക്വൻസി കൂടിയ ആൾക്ക് വേവ് ലെങ്ത് കുറവ്. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞുകൂടെ? ഇവരെന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഒരേപോലെയാണ്. അതുകൊണ്ടാണല്ലോ ഇവർ രണ്ടുപേരും എന്ത് ചെയ്തത്? ഒരേ ദൂരം സഞ്ചരിച്ചത്, അല്ലേ? ഒരേ സമയം കൊണ്ട് ഒരേ ദൂരം സഞ്ചരിക്കണമെങ്കിൽ രണ്ടുപേരുടെയും സ്പീഡ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ നമുക്ക് പറയാം, സ്പീഡ് എന്നത് സെയിം ആണെങ്കിൽ ഫ്രീക്വൻസിയും വേവ് ലെങ്തും എപ്പോഴും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ശ്രദ്ധിച്ചോ, സ്പീഡ് എന്നത് സെയിം ആണെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഞാൻ ഡിസ്റ്റൻസല്ലേ വരയ്ക്കുന്നത്, നോക്കടാ, ഒരേ സമയം കൊണ്ട് ഇവർ രണ്ടുപേരും 12 മീറ്റർ ദൂരം അല്ലേ സഞ്ചരിച്ച്. അപ്പോൾ ഒരേ സമയം കൊണ്ട് ഒരേ ദൂരം സഞ്ചരിക്കണമെങ്കിൽ അവരുടെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണ്ടേ? ആണ്. അപ്പോൾ ഒരേ സ്പീഡിലാണ് ഇവർ രണ്ടുപേരും സഞ്ചരിച്ചത്, നമുക്കത് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരേ ദൂരം ഒരേ സ്പീഡിൽ സഞ്ചരിച്ചു. നോക്കിയപ്പോൾ രണ്ടാമത്തെ ആൾക്ക് ഫ്രീക്വൻസി കൂടുതൽ. പക്ഷേ ഫ്രീക്വൻസി കൂടിയ ആളും മറ്റേ ആളായിട്ട് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? ഫ്രീക്വൻസി കൂടിയ ആൾക്ക് മറ്റേ ആളെക്കാൾ എന്ത് കുറവാണ്? വേവ് ലെങ്ത് കുറവാണ്. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ? സ്പീഡിന് വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ ഒരേ സ്പീഡിൽ പോകുന്ന രണ്ട് വേവ്സ് ആണെങ്കിൽ എത്ര ഫ്രീക്വൻസി ഉണ്ടാകുമോ അത്രത്തോളം വേവ് ലെങ്ത് എന്ത് ചെയ്യും? കുറയും. കാരണം ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു തവണ ആകുമ്പോൾ തന്നെ എന്തായി? വേവ് ലെങ്ത് ആയി, അല്ലേ? ഇങ്ങനെ പോകുമ്പോൾ വേവ് ലെങ്ത് എന്താണ്? കൂടുതലാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കി, കുച്ചു അല്ലെ, ഇങ്ങനെ ചെറിയ സ്പീഡിൽ സൈക്കിൾസ് വരുമ്പോൾ ഫ്രീക്വൻസി കൂടുതൽ, പക്ഷേ ഇങ്ങനെ സ്പീഡിൽ സൈക്കിൾസ് വരുമ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? കുറഞ്ഞു വരിക, അല്ലേ? അപ്പോൾ നമുക്ക് പറഞ്ഞുകൂടെ, ഈ പറയുന്ന ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതാണ് നമ്മളിവിടെ പറയുന്നത് എഫ് ഈസ് പ്രപ്പോർഷണൽ ടു 1/λ. എഫ് ഈസ് പ്രപ്പോർഷണൽ ടു 1/λ. ഫ്രീക്വൻസിയും വേവ് ലെങ്തും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്ത റിലേഷനും പഠിക്കാം. സ്പീഡും ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ. സ്പീഡും ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. നിങ്ങൾ ആദ്യം പറ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ആണല്ലോ. വേവ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേവിൻ്റെ ഡിസ്റ്റൻസ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിലുണ്ടായ നമ്പർ ഓഫ് സൈക്കിൾസ് എന്നോ നമ്പർ ഓഫ് വേവ്സ് എന്നോ ഓർത്ത് വെച്ചോ. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് വെലോസിറ്റി കണ്ടുപിടിക്കും. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡിസ്റ്റൻസും വേണം, ടൈമും വേണം. ഒരു വേവിൻ്റെ ഡിസ്റ്റൻസ് വേവ് ലെങ്ത് തരും. അങ്ങനെ എത്ര വേവ് ഉണ്ട് എന്ന ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈം ആര് തരും? ഫ്രീക്വൻസി തരും. സംശയമായ നോക്കിയോ, എടാ, ഒരു വേവ് എത്ര ദൂരമുണ്ട് എന്നുള്ളത് ആര് തരും? വേവ് ലെങ്ത് തരും. അങ്ങനെ ഒരു സെക്കൻഡ് സമയത്തിൽ എത്ര വേവ് ഉണ്ടായി എന്നത് ആര് തരും? ഫ്രീക്വൻസി തരും. ആണോ അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി?
ഒരു വേവിൻ്റെ ലെങ്തും കിട്ടി, ഒരു സെക്കൻഡിൽ എത്ര വേവ് ഉണ്ടെന്നും കിട്ടി. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡിൽ വേവ് എത്ര ദൂരം പോയി എന്നല്ലേ? ഒരു സെക്കൻഡിൽ വേവ് എത്ര ദൂരം പോയി എന്നല്ലേ? അപ്പോൾ ഈ ഒരു സെക്കൻഡും ഫ്രീക്വൻസിയുടെ ഒരു സെക്കൻഡും തമ്മിൽ ഓക്കെ ആയല്ലോ. അങ്ങനെ ഒരു സെക്കൻഡ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഫ്രീക്വൻസി തന്നു, അതിൽ ഒരാളുടെ ലെങ്ത് വേവ് ലെങ്ത് തന്നു. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? വേവ് ലെങ്ത്തിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? സംശയം വന്നിട്ടുണ്ടാവും. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് നോക്കുക. നോക്കിക്കോ, ഒരാളുടെ ലെങ്ത് ലാംഡ. ഇങ്ങനത്തെ എത്ര പേരുണ്ട്? 1, 2, 3 എണ്ണം ഉണ്ട്. ഈ 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞതല്ലേ ഇവിടുത്തെ ഫ്രീക്വൻസി? 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞതല്ലേ ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയാം. നോക്കി, ഇവിടെ പറയുന്നുണ്ട്, നോക്കാം. ഇഫ് ദ വേവ് ടേക്സ് 1 സെക്കൻഡ് ടു റീച്ച് ഫ്രം എ ടു ഒ, അതായത് ഈ പറയുന്ന ഒ എന്ന പോയിന്റിൽ നിന്നും എ എന്ന പോയിന്റ് വരെ എത്താനായിട്ട് 1 സെക്കൻഡ് സമയമാണ് എടുത്തത്. സോ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 1 സെക്കൻഡ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചു, ഈ 1 സെക്കൻഡ് സമയം കൊണ്ട് വെലോസിറ്റി എത്ര ഉണ്ടായി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ടൈം എത്രയാണ് ഇവിടെ? 1 സെക്കൻഡ്. ആയിക്കോട്ടെ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ ഇത്രയും ദൂരം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് എന്തറിയാം? ഒരുത്തൻ്റെ ദൂരം അറിയാം, എത്രയാണ്? ലാംഡ. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്നറിയാം? 3 എണ്ണം. അതാണ് ഫ്രീക്വൻസി അല്ലേ? എത്ര വേവ് ഒരു സെക്കൻഡ് ഉണ്ടായി. അപ്പോൾ ഈ 3 ഇൻറ്റു ഈ ലാംഡ എടുത്താൽ പോരേടാ. ഈ 3 ഇൻറ്റു ലാംഡ എടുത്താൽ പോലെ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും അല്ലേ? അപ്പോൾ ഈ പറയുന്ന ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ വെലോസിറ്റി. ഇവിടെ ഡി എന്ന് എഴുതി മാറിപ്പോൾ ഇവിടുത്തെ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ റിലേഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇൻറ്റു ലാംഡയാണ്. ഒന്നും കൂടി പറയുന്നു, നമുക്ക് വേണ്ടത് വെലോസിറ്റി. വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അങ്ങനെ യൂണിറ്റ് ടൈമിൽ എത്ര വെലോസിറ്റി, എത്ര വേവ് ഉണ്ടായി എന്നുള്ളത് ഫ്രീക്വൻസി തരും. യൂണിറ്റ് ടൈമിൽ എത്ര വേവ് ഉണ്ടായി എന്നുള്ള ഫ്രീക്വൻസി തരും. അതിൽ ഒരു വേവിൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് വേവ് ലെങ്ത് തരും. അപ്പോൾ ഒരു വേവിൻ്റെ ലെങ്ത് ഇൻറ്റു എത്ര എണ്ണം ഉണ്ടായി എന്നത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു, അല്ലെങ്കിൽ 1 സെക്കൻഡിൽ എത്ര ദൂരം പോയി എന്ന വെലോസിറ്റി നമുക്ക് ഇവിടുന്ന് കിട്ടൂലേ. സോ പഠിച്ചു വയ്ക്കുക, V is equal to F ലാംഡ. V is equal to F ലാംഡ. അവിടെ V എന്ന് വെച്ചാൽ സ്പീഡ്, F എന്ന് വെച്ചാൽ ഫ്രീക്വൻസി, ലാംഡ എന്ന് വെച്ചാൽ വേവ് ലെങ്ത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇവിടെ നോക്കിയോ, the state of the particle in a wave at a particular time is depicted in the figure. How many crust are there in the figure? ഇവിടെ എത്ര crust ഉണ്ട്? 1, 2, 3 3 ഉണ്ട്. എത്ര ട്രഫ് ഉണ്ട്? 1, 2, 3 ഉണ്ട്. വേവ് ലെങ്ത് എത്രയാണ്? വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് വേവ് ലെങ്ത് അല്ലേ? സിമ്പിൾ ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ തന്നതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം, ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാവലിംഗ് അറ്റ് 350 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഒരു സ്പീഡ് തന്നിട്ടുണ്ട്, എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന, സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 35 ഹെർട്സ് ആണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ? 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ അല്ലേ നമ്മൾ വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? വേവ് ലെങ്ത് ആണ്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാമല്ലോ, V is equal to F ലാംഡ അല്ലേ? സ്പീഡിന് വരെ നമുക്കിവിടെ എന്തെന്നെടുക്കാം? V എന്നെടുക്കാം. V is equal to എന്തുവാണ്? F ലാംഡ. F എത്ര? 35 ഇൻറ്റു 350. ഓക്കെ, അപ്പോൾ എന്താണ്? അല്ല, 35 ഇൻറ്റു 350 അല്ല, V is equal to എന്താണ്? F ലാംഡ. അതൊന്ന് കണ്ടുപിടിക്കാനുള്ളത് ലാംഡ. ലാംഡ is equal to V by F. V എത്ര? 350 ബൈ F എത്ര? 35. 350 35 0 വെട്ടുമ്പോൾ എത്ര കിട്ടും? 10 മീറ്റർ എന്ന് കിട്ടും ഇവിടുത്തെ വേവ് ലെങ്ത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് റെയർ ഫ്രാക്ഷൻസ്? നോക്കടാ, കംപ്രഷൻ തമ്മിലുള്ള ദൂരമായാലും റെയർ ഫ്രാക്ഷൻ തമ്മിലുള്ള ദൂരമായാലും കിട്ടുന്നത് എന്ത് തന്നെയാണ്? ഒരേ വേവ് ലെങ്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ 10 ആണെങ്കിൽ ബിയുടെ ഉത്തരം എത്ര തന്നെയാണ്? 10 ആണ് എന്ന കാര്യം ഇവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ ആണോ? അടുത്തൊരു ചോദ്യം, ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ചോദ്യം. എ സൗണ്ട് വേവ് വിത്ത് എ ഫ്രീക്വൻസി ഓഫ് 175 ഹെർട്സ് ഹാസ് എ വേവ് ലെങ്ത് ഓഫ് 2 മീറ്റർ. കാൽക്കുലേറ്റ് ദ സ്പീഡ്. സിമ്പിൾ അല്ലേ? എന്ത് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 175 ഹെർട്സ്. വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ. ചോദിച്ചിട്ടുള്ളത് സ്പീഡാണ്. V is equal to F ലാംഡ. അപ്പോൾ 175 ഇൻറ്റു 2 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ഉത്തരം കിട്ടും.
ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും പറയുമ്പോൾ ഒരു ഭാഗം കഴിയുന്നു. ഇനി വരുന്നത് റിഫ്രാക്ഷൻ അല്ല, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. അതിപ്പോൾ ഇതിൻ്റെ കൂടെ പറയുന്നില്ല, അത് അടുത്ത ക്ലാസ്സായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട്